ദൈവത്തിന് സ്തുതി. ലോകരക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. 33 വർഷക്കാലം നീണ്ടുനിന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരകാല ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിച്ചതായ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും രോഗസൗഖ്യങ്ങളെയും എല്ലാം നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലതകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പ്രവർത്തിക്കുവാനായിട്ട് ശക്തിയുള്ളവനാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ടോ? ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ജീവിതം സഞ്ചരിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ അടിക്കടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂല അവസ്ഥകളും വിശുദ്ധരായ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് മുൻപേ കടന്നുപോയി അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും വിശുദ്ധീകരണവും ആത്മീയതയും അവർ കൈവരിച്ചത് ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് മൂലമാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പലപ്പോഴും അറിയുന്നവരാണ്, എന്നാൽ പ്രതിസന്ധികളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവരാണോ? ഇയ്യോബിന്റെ ജീവിതത്തില് സമ്പത്തും മക്കളും ധനങ്ങളും ജീവിതത്തില് പല നഷ്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവസാനം ജീവിതത്തില് കുഷ്ഠരോഗത്തിൻ്റെതായ ദുസ്സഹമായ വേദനയുടെ നാളുകളിലൂടെയും കടന്നുപോയപ്പോഴും തൻ്റെ ജീവിത പങ്കാളിയും സുഹൃത്തുക്കളും ജീവിതത്തില് ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ വിശ്വസിച്ച, താൻ തിരിച്ചറിഞ്ഞ ദൈവത്തിനെ ഇയ്യോബ് ഒരിക്കലും മറന്നില്ല, ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്ത് ഇയ്യോബ് പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് നൽകിയത് താൻ മടക്കി നൽകുമ്പോഴായിട്ട് ഇടവന്നാലും ഒരിക്കൽ പോലും തളരില്ല എന്ന്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി പുറപ്പെട്ടു പോന്നു, നഗ്നനായി മടങ്ങിപ്പോകും. യഹോവ തന്നോ, യഹോവ എടുത്തോ, യഹോവയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന്. ഇയ്യോബിന്റെ വിശ്വാസം, ഇയ്യോബിന്റെ തിരിച്ചറിവ്, ഇയ്യോബിന് ഒരിക്കൽ പോലും തളർച്ചയില്ല. പിന്നീട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നഷ്ടപ്പെട്ടതിന്റെ എത്രയോ മടങ്ങാണ്. ജീവിതത്തില് പ്രതിസന്ധികളില് ദൈവത്തിനെ തിരിച്ചറിഞ്ഞ ഇയ്യോബിന്റെ ജീവിതം. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ ഓരോരുത്തരും അബ്രാഹാമിന്റെ ജീവിതത്തിനെ ദർശിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം മാറ്റപ്പെട്ടത് താൻ തിരിച്ചറിഞ്ഞ ദൈവത്തിനെ ഒരിക്കൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. വാർദ്ധക്യത്തിന്റെ അവശതയില് ദൈവം വാഗ്ദാനം നൽകിയതായ മകനെ ഒരിക്കൽ പോലും ജീവിതത്തില് പൂർണ്ണമായിട്ട് തള്ളിക്കളയുവാനായിട്ട് കഴിയാത്ത ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കേണ്ടി വന്നു. ബലിയായി തന്റെ മകനെ നൽകേണ്ടി വന്നപ്പോഴും അബ്രാഹാം തന്റെ ജീവിതത്തില് ഒരിക്കൽ പോലും പതറിയില്ല. ആ തിരിച്ചറിവാണ് അബ്രാഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി തീർത്തത്. കൽവരി ക്രൂശിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ ദർശിക്കുവാനായിട്ട് നമുക്കവിടെ കഴിയുന്നുണ്ട്. അതിൽ നല്ല കള്ളൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്രിസ്തുവിനെ ദർശിക്കുന്നത്. ആ ദർശനത്തിൽ അവൻ തിരിച്ചറിയുകയാണ് ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട് എന്ന്. താൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്നുള്ളതായ നല്ല കള്ളന്റെ യാചനയെ ക്രിസ്തു സ്വീകരിക്കുന്നുണ്ട്. നീ ഇന്ന് എന്നോടൊപ്പം വെറുതെ ഇസ്രായേലായിരിക്കുമെന്ന്. പ്രതിസന്ധികളില് തളരാതെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പിതാക്കന്മാര് നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും കടന്നു വരുമ്പോൾ ഈ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തളർവാദ രോഗിയും കുഷ്ഠരോഗിയും ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരാണ്. മരിച്ച് അഴിഞ്ഞ ലാസറിനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള തമ്പുരാനെ തിരിച്ചറിഞ്ഞ ജനത. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല.
പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവളാണ്. കനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പരിചാരകരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്ത് കൽപ്പിക്കുന്നു അത് നിങ്ങൾ ചെയ്യുവിനെന്ന്. അത്ഭുതത്തിനെയും അടയാളങ്ങളെയും പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളവനാണ് ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മയുടെ തിരിച്ചറിവ്. ഈ കാലഘട്ടത്തില് മനുഷ്യന് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മനുഷ്യനെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത കാലഘട്ടം നമ്മുടെ ജീവിതത്തില്. ഈ കാലഘട്ടത്തിന് സമകാലിക പ്രശസ്തിയിലൂടെ കടന്നു പോകേണ്ട ചിന്താവിഷയമാണ്, ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന്. ജനതകൾ തമ്മില്, രാജ്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധങ്ങള്, പരസ്പരം കൊന്നും കൊലവിളിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും കടന്നു പോകുന്ന കാലഘട്ടം. നമ്മുടെ ജീവിതം പലപ്പോഴും ഇസ്രായേൽ ജനത്തിനെ പോലെയാണ്. കനാൻ നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ മന്നയും കടപ്പക്ഷിയും നൽകിയും ദാഹിച്ചപ്പോൾ ജലം നൽകിയും അഗ്നിതൂണായും മേഘസ്തംഭമായും അവരെ വഴി നടത്തിയ ദൈവത്തിനെ പലപ്പോഴും തിരിച്ചറിഞ്ഞില്ല. പ്രതിസന്ധികളില് അവർ ദൈവത്തിനെ കുറ്റപ്പെടുത്തിയവരാ, അവർ വിഗ്രഹാരാധനകളിലേക്ക് കടന്നുപോയവരാ. നമ്മുടെ ജീവിതം അപ്രകാരം ഒരു മാറ്റത്തിലേക്ക് പോയരുത്. ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. കാൽവരിയുടെ ക്രൂശിൽ ഉഴവച്ചാല് പോലെ ചെമ്മട്ടിയുടെ അടിയേറ്റ് ജീവിതം ശരീരം വിണ്ടുകീറിയപ്പോഴും അണിപ്പുഴുതുകളിലേക്ക് തന്റെ കൈകാലുകൾ വലിച്ചു നീട്ടി പച്ചിരമ്പാണികൾ തറയ്ക്കപ്പെട്ടപ്പോഴും മുൾക്കിരീടം ശിരസിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴും ക്രിസ്തു തന്റെ പിതാവിനെ പൂർണ്ണമായി വിശ്വസിച്ചു. തന്റെ പിതാവിന്റെ ഹിതം നിറവേറുവാനായിട്ട് തമ്പുരാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാ നമ്മുടെ ജീവിതത്തിനു വേണ്ടി. ആ തിരിച്ചറിവ്, ആ കാൽവരിയുടെ ക്രൂശിലെ ബലിയർപ്പണം, ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളില് കൂട്ടായിട്ട് മാറുവാൻ നമുക്ക് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.